ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു പ്രത്യേക ദിവസമാണ് ഗൈസ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എൻ്റെ ബർത്ത്ഡേ ദിവസം എങ്ങനെ പോകുന്നു കാണാം കേട്ടോ. മിക്കവാറും ബോറിംഗ് ആയിരിക്കും, പക്ഷേ നമുക്ക് നോക്കാം എങ്ങനെയുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ എഴുന്നേക്കണം. അങ്ങനെ ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് എന്നെ തന്നെ ഞാൻ ഡേറ്റിന് കൊണ്ടുവന്നിരിക്കുകയാണ്. എനിക്ക് ഞാൻ തന്നെ ഫുഡ് ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്ന് ഓർത്തിട്ട് ഞാനിപ്പോൾ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ വരും, നിങ്ങളെ കാണിച്ചു തരാം. ഞാനൊരു ഫുള്ള് താലിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. 2 ടൈപ്പ് ഉണ്ട്. പിന്നെ കപ്പ, വൻപയർ തോരൻ, പിന്നെ ഇവിടെ സാമ്പാർ, മോര്, പായസം, ചമ്മന്തി, പിന്നെ എന്തോ വെജിറ്റബിള്, താഴെ ചെമ്മീൻ, സ്ക്വിഡ്, ചിക്കൻ, ബീഫ്, പിന്നെ ഫിഷ് ഫ്രൈ, വേറെ ഫിഷ് ഫ്രൈ, മുട്ട പൊരിച്ചത്, ചോറ്, പപ്പടം. സന്തോഷപ്പെട്ട് നിൽക്കാൻ വയ്യ ഗൈസ്. നമുക്ക് ആദ്യം മുളകരച്ച കറി ഒഴിച്ച് വെക്കാം. പിന്നെ കുറച്ച് സ്ക്വിഡ് വരി ആർത്തി കാരണം എന്തെടുക്കണോ അറിയാം ഗൈസ്. ഇവിടെ മുളകരച്ചതായിട്ട് നല്ലോണം ചോറും കൊണ്ട് കുഴച്ചിട്ട്, പിന്നെ ഇവിടെ കുറച്ച് വൻപയറുണ്ട്, അതും കുറച്ച് വെക്കാം. പിന്നെ ഇതെന്ത് വെജിറ്റബിളാണെന്ന് എനിക്കറിയില്ല കേട്ടോ, കഴിച്ച് നോക്കുമ്പോഴേ അറിയുള്ളൂ. എല്ലാം കൂടെ കുഴച്ചിട്ട്, പിന്നെ നമ്മുടെ ചെമ്മീനുണ്ട് ഇവിടെ, അത് തന്നെ എടുത്ത് വെക്കാം. പിന്നെ നമ്മുടെ പൊരിച്ച മീൻ, അതിൽ നിന്നൊരു പീസ് നടുവെന്ന് ഇങ്ങനെ പിച്ചിയെടുത്ത് അതും കൂടെ വെച്ച് ഒരു പാകച്ച പീസ്. ആദ്യം മീൻകറി വേറൊരെണ്ണം കൂട്ടി, ഇത് രണ്ടാമത്തെ ഫിഷ് കറിയാണ്. ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. തേങ്ങ അരച്ച് കൊണ്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മുട്ട. പിന്നെന്താ കഴിക്കാത്ത സ്ക്വിഡ് കഴിച്ച് വെക്കാം. ഇരി കിട്ടുന്നു ഗൈസ്. സ്ക്വിഡ് കുറച്ച് കുറച്ച് ഇതിൻ്റെ പേരെന്തായിരുന്നു, കുറച്ച് രസം പോലത്തെ, രസമല്ല സംഭാരം, അത് കുറച്ച് ഒഴിച്ചിട്ട്, പിന്നെ നമ്മുടെ ബീഫ് വരട്ടിയുണ്ട്, അതും കൂടെ വെച്ച് ബീഫ് സൂപ്പറായിട്ട്. ചിക്കൻ ഫ്രൈ നമുക്ക് കുറച്ച് ഈ സംഭാരം പോലത്തെ വയ്ക്കാം. സംഭാരം അടിപൊളി ടേസ്റ്റ്, നല്ല ടേസ്റ്റാണ്. കുറച്ച് ചമ്മന്തിയും കൂടി കയറും. നമ്മൾ സാമ്പാർ ഫ്രൈ നോക്കില്ല, കുറച്ച് സാമ്പാർ ഫ്രൈ, പിന്നെ കുറച്ച് സാമ്പാറും കൂടെ മിക്സ് ചെയ്യാം. തൈരില്ലാത്ത വിഷമം നമുക്ക് ഇങ്ങനെ തീർക്കാം. മുളക്, പപ്പടം, കുറച്ച് കീഴറിയാത്ത വെജിറ്റബിൾ, പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ, എല്ലാം മുരിഞ്ഞ് പീസാണ്. അച്ചാറ്, അച്ചാറും സാമ്പാറും അടിപൊളി കോംബോയാണ്. ചെമ്മീൻ കണ്ടോ? ഇനി എന്ത് വേണം? ഇതിലേക്ക് എന്ത് വേണം? പപ്പടം,
ഇതൊരു ട്രൈ ചെയ്തേക്കാം. കപ്പ ഇങ്ങനെ ചോറിനകത്തോട്ട് നല്ലപോലെ ഇങ്ങനെ ഉടച്ച് പിന്നെ കുറച്ച് മീൻ കറി കൂന്തൽ ഗൈസ്. ഫിഷ് ഫ്രൈ. ഫിഷ് ഫ്രൈ വലിയ യെസ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബീഫാണ്. ബീഫിൻ്റെ ക്വാളിറ്റിയൊക്കെ സൂപ്പർ ടേസ്റ്റാണ് ബീഫിൻ്റെ. ഫിഷ് ഫ്രൈ, പിന്നെ കപ്പ, പിന്നെ തോരൻ, കുറച്ച് മീൻ കറി ബാക്കിയിട്ടുണ്ട്. ഫിഷ് ഫ്രൈ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇവിടെ കഴിച്ചില്ല. ലാസ്റ്റ് നമുക്ക് പായസം ഉണ്ട്, ബർത്ത്ഡേ പായസം, മറ്റേ പാൽപ്പായസം, സേമിയ പായസം ഒന്നും. പായസം ബില്ല് കാണുമ്പോഴായിരിക്കും അടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ്. ഞാൻ ദേ കുളിച്ചിട്ട് ഇപ്പോൾ ഇവിടെ കിടക്കുകയാണ്. നമുക്കിനി തിരിച്ച് ബസ് കയറി വീട്ടിൽ പോകണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുത്ത് കുളിച്ചിട്ട് ക്ഷീണം. അത് കുളിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പാക്ക് ചെയ്ത് നമ്മൾ പോകുന്നതായിരിക്കും ഗൈസ്. നമ്മൾ സക്സസ്ഫുള്ളായിട്ട് ബസ്സിൽ കയറിയിട്ടുണ്ട്. ഭാഗ്യം കൊണ്ട് ഡയറക്റ്റ് ബസ് കിട്ടിയിട്ടുണ്ട്. നല്ല മഴയാണ് ഗൈസ്. ഞാൻ മഴയൊക്കെ നനഞ്ഞ് പിന്നെ കുളിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് എൻ്റെ മുടിയൊക്കെ നനഞ്ഞിരിക്കുന്നത്. നമ്മളിത് വൈക്കത്തെത്തി. വൈക്കത്ത് നിന്ന് ഇനി ഒരു 1.5 മണിക്കൂറുണ്ട് ആലപ്പുഴയ്ക്ക്. പിന്നെ ഞാൻ ഐഷാക്കും സൈനബിനും കൂടെ ഓരോ കിൻഡർ ജോയ് വെച്ച് മേടിച്ചിട്ടുണ്ട്. നമുക്കത് അവർക്ക് കൊടുക്കാം. എപ്പോഴും ഇങ്ങനെ മേടിക്കാറില്ല, ഇടയ്ക്ക് മാത്രം ഞാൻ ഇങ്ങനെ മേടിക്കും. വൈക്കം നമ്മളങ്ങനെ ഫൈനലി എന്താ ഇരുട്ടാണല്ലോ. നമ്മളിതേ ഫൈനലി ഇവിടെ വന്നിരിക്കുകയാണ് ആലപ്പുഴയിൽ. നോഫൽ സാർ നമ്മളെ പിക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇരുട്ടാണ്. ഒരു വെളിച്ചം വരും. പിന്നെ ഇരുട്ടേ. അപ്പോൾ ഇനി നമുക്ക് വീട്ടിൽ പോകാം. നമ്മൾ സക്സസ്ഫുള്ളായിട്ട് സാധനം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഒരാളുടെ കയ്യിൽ. ഐഷ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മേക്കപ്പ് ഇട്ടതിന് ശേഷം ഞാൻ വീട്ടിലെത്തി കുളിച്ച് പുതിയ ഡ്രസ്സൊക്കെ മാറി. ഡ്രസ്സൊക്കെ കണ്ടോ, പുതിയ ബർത്ത്ഡേ ഡ്രസ്സാണ് ഗൈസ്. എനിക്ക് പുതിയ ഡ്രസ്സിങ്ങിനൊക്കെ എടുത്തിന് ഭയങ്കര സന്തോഷം. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം ഗൈസ്. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഫുഡിന് ഓർഡർ ചെയ്യാൻ പോകണം ഗൈസ്. അത് ഒതുക്കി വെച്ചേക്കും. ഗൈസ്, ഞാൻ ചൗമീനാണ് ഓർഡർ ചെയ്തത്. എൻ്റെ ചൗമീൻ എത്തിയിട്ടുണ്ട്. നല്ല സോസിയാണ്, പക്ഷെ ഉപ്പില്ല കേട്ടോ. ഉപ്പില്ല ഗൈസ്. പ്രീമിയം റെസ്റ്റോറൻ്റ് ആണ്. ഇവിടുത്തെ ആൾക്കാർ ഉപ്പ് ഉപയോഗിക്കില്ലെന്നാണോ. എൻ്റെ ഉമ്മ ഇവിടുത്തെ ഓണറിൻ്റെ അടുത്ത ബന്ധുവാണ്. ഉപ്പിട്ടോളായിരുന്നു, കുറ്റം പറയല്ലേ ഗൈസ്. ഉപ്പ് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഉപ്പ് നാണമാണെന്ന് തോന്നുന്നു, വീഴുന്നില്ല. ഗൈസ് ഉപ്പ് ഇട്ടിട്ടുണ്ട്.
ഉപ്പ് വരുന്നില്ല കേട്ടോ. ഉപ്പിട്ടോ സെറ്റ് ഗൈസ്. നമുക്കിനി കുറച്ച് പൊറോട്ടയും തന്തൂരിയും കൂടെ ട്രൈ ചെയ്യാം. ഗൈസ് ഐഷ ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത്, പിന്നെ ബീഫും. നമുക്കിനി അത് കുറച്ച് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച ബീഫിൻ്റെ അത്ര ഇല്ലെങ്കിലും സാധനം കൊള്ളാം. എനിക്ക് എൻ്റെ ചോമീനാണ് ഇഷ്ടപ്പെട്ടത്. ഗൈസ് അങ്ങനെ ഫുഡ് അടി പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ ഫുഡ് അടിയും കഴിഞ്ഞു ഗൈസ്. അങ്ങനെ ഫൈനലി ഞാൻ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഭയങ്കര ടയർഡെന്ന് വെച്ചാൽ ഭയങ്കര എൻ്റെ കണ്ണിങ്ങനെ അടഞ്ഞു പോവും. പക്ഷെ എന്നാലും ഞാൻ കുറച്ച് ലേറ്റായിട്ടാണല്ലോ എൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാണണം. എന്തായാലും ഇപ്പോൾ 2 ദിവസത്തേക്ക് ഞാൻ വീഡിയോസ് കറക്റ്റ് ടൈമിൽ പോസ്റ്റ് ചെയ്യും. പക്ഷേ ഞാൻ കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. എനിക്ക് പോസ്റ്റ് ചെയ്യാൻ ഭയങ്കര ടാസ്ക്കാണ്. അപ്പം ഞാൻ വെച്ചാൽ ലേറ്റായിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. എന്നാലും എല്ലാവരും എൻ്റെ വീഡിയോസ് രാവിലെ എണ്ണീച്ചിട്ടാണെങ്കിലും കാണണം. സോ എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് അപ്പം ഇത്രയേ ഉള്ളൂ. ഈ ഡ്രസ്സിൻ്റെത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ കാണിച്ചു കേട്ടോ. ബിക്കോസ് ഭയങ്കര ടയർഡായതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒന്നും വയ്യ ഗൈസ്. സോ നാളെ ഞാനൊരു ഷോർട്ടായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം ഇന്നത്തേക്ക് എത്രയുള്ള ഗൈസ്. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഓക്കെ ബൈ.